വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുമെന്നറിൽ ചെറിയശോയെ അങ്ങയുടെ രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെ പ്രസാദപരാവസ്ഥയിലെന്നും സംരക്ഷിച്ചു കൊള്ളണമേ. ഈ കുട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് മാർഗം ദീപമാകണമേ. വഴിയും സത്യവും ജീവനും പ്രകാശവുമായി മിശിഹായെ, അങ്ങേ ഞങ്ങൾ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് മാർഗദീപമാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവിൻ്റെ സ്നേഹാധിക്യത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഏറ്റു പറയാം. കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ പ്രമാണം നൽകുകയും സേവനത്തിൻ്റെ മാതൃക കാണിച്ചു തരികയും ചെയ്ത കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വന്തം ശരീരങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുന്നതിന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച കർത്താവെ, ഞങ്ങളോടൊത്ത് വസിക്കുവാനായി സക്രാരിയിൽ പള്ളി കൊള്ളുന്ന കർത്താവെ, ഞങ്ങളുടെ അങ്ങയുടെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടോം റാവൾഗറിനെ അർഹനാക്കിയ കർത്താവെ, വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളുടെ മധ്യയിൽ നിന്ന് വൈദികരെ തിരഞ്ഞെടുക്കുന്ന കർത്താവെ, അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി നൽകുന്ന കർത്താവെ, ഞങ്ങളെ നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയെ സ്വീകരിക്കാൻ ആശയോടെ കാത്തിരിക്കുന്ന ടോം റാവൾഗറിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അവൻ്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രങ്ങളെയും കൂട്ടുകാരെയും വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് ടോം റാവൾഗറിനെ ഒരുക്കിയവനെയും ദീപകാരനെ നൽകുവാൻ പോകുന്ന വൈദികരെയും അങ്ങ് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ രക്തത്തിലും ഹൃദയത്തിലും സംരക്ഷിച്ചു കൊള്ളണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും.
മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട ഈ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. മാമോദീസായുടെ ഞങ്ങൾ നിൽക്കുകയും പാപമോചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിന്റെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ളവമായ തിരുശരീരത്തിൽ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനോട് അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ലോകാവസാനം മനുഷ്യരോട് വിശ്വസിക്കുവാനും പ്രശാന്തമായ ശതാശയിലേക്ക് അവിടുന്ന് നയിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തുകയും നീതിയുടെ പാതയിലൂടെ നയിക്കുകയും ചെയ്യും. മരണത്തിന്റെ താങ്കളിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഒന്നുമണിയും തണ്ടമേക്ക് ഉപയോഗിക്കുന്നു. എന്റെ ശത്രുക്കളും ഈ വശത്തിനെ അവിടുന്ന് എനിക്ക് എഴുന്നള്ളുന്നു. എന്റെ ശിരസ്ത്രയും കൊണ്ട് പോഷുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ മേലും ചെയ്തതാ മുഴുവൻ എന്നെ അനുഗ്രഹിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എനിക്കും വസിക്കും. പരിശുദ്ധാത്മാവിൻ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വഴികളെ ഞങ്ങൾ രക്ഷിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങളിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നൽകുന്ന സഭയെ നിരന്തരം സ്തുതിക്കുവാൻ ബോധപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാം കൃഷ്ണമാകുന്നു സകലത്തിന്റെയും നാഥായ ദൈവം. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശത്രുക്കളെ അർപ്പിക്കുന്നതും ആത്മാക്കളെ രക്ഷിക്കുന്നതും ശിവനിൽ പരിപാലിക്കുന്നതുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ പുറപ്പെടാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. വിശുദ്ധരിൽ സംതൃപ്തനായിരിക്കുന്ന പരിശുദ്ധനും സ്തുതിയും കർത്താവായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ ഞങ്ങളെ കാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കാണുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 13 ഉൾപ്പെടെയുള്ള വചനങ്ങൾ ഗുരു ആശീർവദിച്ചു. പെന്തക്കോസ്താദിനം ആ സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റ് അടയ്ക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നു
യൂദയായാലും കപ്പദോക്യയായാലും കോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാർബിയായാലും ഈജിപ്തിലും കിരേനിയയിലെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാം എല്ലാവരും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർക്ക് വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിന്റെ എല്ലാം അർത്ഥമുണ്ട് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, ഉദരീനി കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ പോയി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലൂടെയാണ് കടന്നു പോകാനുള്ളത്. അവിടെ എത്തിയപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവോസ്, വേഗം ഇറങ്ങിവിടുക, എനിക്ക് ഇന്നലെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ കിടക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവനെല്ലാവരും പുറത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതായ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവന് ഒരാളിനെ പുത്രനാണ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ട് രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. സ്നേഹമുള്ള റോളുകൾ, അവരുടെ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾ, സഖ്യവോസിന്റെ ഭവനത്തിൽ ഈശോ കടന്നു വന്നപ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് സഖ്യവോസ് ഒരുങ്ങിയതുപോലെ ഈശോയെ കാണാനായിട്ട് സഖ്യവോസ് ഓടി ഈശോയുടെ ആദ്യം സ്വീകരിക്കാനായിട്ട് സഖ്യവോസ് ഒരുങ്ങിയത് പോലെ ഇന്ന് ഈ യാത്രയ്ക്ക് മുമ്പിൽ റൗൾക്കർ അവന്റെ മാതാപിതാക്കളോടും അവന്റെ ബന്ധുക്കളോടും കൂടി ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ക്രിസ്തീയ മാതാപിതാക്കളുടെ മകനായി ജനിച്ച് ക്രിസ്തീയമായ വിശ്വാസ സത്യങ്ങൾ മാതാപിതാക്കന്മാരിലൂടെ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ ക്രിസ്തുവിനെ, മനസ്സിലാക്കിയ ഈശോയെ ഇന്ന് വ്യക്തിപരമായിട്ട് തന്റെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇനി ഈ ദേവാലയത്തിലേക്ക് നമുക്ക് ഈ ദേവാലയത്തിൽ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രമുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ഇനി ഈശോയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകേണ്ടത്. ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരിലൂടെയും ക്രിസ്തുവിനെ സ്വന്തമാക്കിയതിലൂടെ എന്നിലൂടെയും നിങ്ങളിലൂടെയാണ് ക്രിസ്തു ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുക. ഇന്ന് നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. മറ്റൊരു ക്രിസ്തുവായി മാറുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് എന്തൊക്കെയാണോ അതെല്ലാം റൗളുകളുടെ ജീവിതത്തിലൂടെ തന്റെ കുടുംബാംഗങ്ങളോട്, മാതാപിതാക്കന്മാരോട്, സഹോദരങ്ങളോട്, ചുറ്റുപാടും ജീവിക്കുന്നവരോടൊക്കെ
കാണിക്കാനായിട്ട് അവർ കടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ സഖ്യവസിനെ പോലെ തന്നെ ഈശോ കടന്നു വരികയാണ്. സഖ്യവസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യകരമായ ഒരു നിമിഷം. സഖ്യവോസ് ഈശോ കടന്നു വന്നപ്പോൾ പറയുന്നു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഈശോ ഇന്ന് റോഡ്കാരന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, റോഡ്കാരന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അങ്ങനെയാണ് ഈശോയുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കൊച്ചുകുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കന്മാരാണ് അവർക്ക് ഭക്ഷണവും അവർക്ക് വേണ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു പക്ഷേ ചെറുപ്പത്തിൽ അവർക്ക് വാരി കൊടുക്കും, പിന്നീട് സ്പൂണിനാക്കി കൊടുക്കും, പിന്നീട് അവർ തന്നെ കഴിക്കാനായിട്ട് തുടങ്ങും. ഓരോ ഭക്ഷണവും അങ്ങനെ കൊച്ചുകുട്ടികൾ തന്നെ ആദ്യം മുതൽ കഴിക്കില്ല. ഇതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ മാതാപിതാക്കന്മാർ അവർക്ക് തന്നെ പഠിപ്പിച്ചു. വീണ്ടും മുതിർന്നപ്പോൾ മതബോധന ക്ലാസ്സുകളിലൂടെ അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കി. വീണ്ടും കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളിലൂടെ അവർക്ക് ഈശോയെ കുറിച്ച് അറിഞ്ഞു. കേട്ടതിനെ അനുഭവിച്ചതിനെ ഈശോയെ സ്വന്തമാക്കാനായിട്ട് അവർക്ക് ദേവാലയത്തിലായിരിക്കുമ്പോൾ ഈശോയിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ഈശോ എന്തൊക്കെയാണ് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് സ്വന്തമാക്കി തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇവരുടെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ സമൃദ്ധനായിരിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഈശോ കടന്നു വരുമ്പോഴും സ്വർണ്ണത്തോടുകൂടി പ്രകാരമുള്ള വചനങ്ങൾ എവിടുന്നതായിരിക്കാം. ഇവരുടെ പ്രിയപുത്രൻ, ഇവരുടെ അത്ഭുതങ്ങളും ലോകശാന്തികളും മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായിരുന്നു. അനുഗ്രഹിക്കുമ്പോൾ ഇവരിലൂടെ മറ്റുള്ളവരെല്ലാവരും സഹോദരങ്ങൾ കാണിച്ചു നൽകുന്ന മാതൃകകൾ ഉണ്ടായിരിക്കും. ഈ ദേവാലയത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ കാണിച്ചു നൽകുന്ന നല്ല മാതൃകകൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ ഇന്നത്തെ ഈശോയുടെ പ്രാർത്ഥിക്കാൻ സർവശക്തനായ ദൈവം കുടുംബാംഗങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിൽ സമൃദ്ധമായിട്ട് സാന്നിധ്യത്താലെ പറയുന്ന ഇന്നേ ദിവസം, ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്ന ഇന്നേ ദിവസം സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ഈ ദാസനെ വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ശക്തനാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. ഞാൻ ഈ ചെയ്തത് രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും എന്ന കൽപ്പന നൽകിയ കർത്താവെ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്കുചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സാക്ഷ്യം വഹിക്കുന്ന സ്വീകരിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിൽ സഭാബന്ധത്തെ കെട്ടിപ്പടുക്കുന്നതാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നീ മാമോദിസ വഴിയാണ് ക്രിസ്തുവിലേക്ക് പ്രവേശിച്ചതും സ്വർഗ്ഗത്തിന് അവകാശമായിരുന്നു. നിങ്ങളുടെ മാമോദിസ ദിവസം നിന്റെ തലപ്പെട്ടപ്പോഴും നിനക്ക് വേണ്ടി വിശ്വാസത്തെ നിനക്ക് പറഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ഈശോയുടെ രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് നീ തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസരഹസ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മതനിഷ്ഠവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിരക്കപ്പെട്ടതിനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചതിനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തതിനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ നീ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യയാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നീ വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്നും നീ വിശ്വസിക്കുന്നു. അവിടുന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ
ജീവിക്കുന്നതെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിൽ നീ വിശ്വസിക്കുന്നുവോ? പാപമോചനമായ മാമോദീസായും ശരീരത്തിലും നിത്യായുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? നീ ഏറ്റുപറഞ്ഞ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ചോദ്യത്തിന് മറുപടി നൽകുക. പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സംരക്ഷിക്കട്ടെ. ജീവിതത്തിൽ ഇവനെ ചെയ്യട്ടെ. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങൾ ആശ്രയിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവിനോട് തോന്നുന്നതേ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ നാമസ്തുതിയും ആരാധനയും എപ്പോഴും ആയിരിക്കട്ടെ. ഇത് വർഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃതാവായ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാൻ തിരുസഭകളെ ക്ഷണിക്കുന്നു. സാദൃശ്യങ്ങളിൽ സ്വന്തം ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി നൽകിയ കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ച എന്നെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തണമേ.
ആഴമുള്ള ദൈവവിശ്വാസം എനിക്ക് നൽകണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങയെപ്പോലെ ഞാൻ പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുമെന്നും ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിനങ്ങളിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലും ഇടവകയിലും സഭയിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാഹകനായി വ്യാപരിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ഞാൻ ജീവിക്കാം. പരിശുദ്ധ അമ്മ എൻ്റെ സംരക്ഷയാവട്ടെ. ഈ ദാസൻ നിറവേറ്റിയിരിക്കുന്നതിലോ അങ്ങയുടെ താൻ സമ്പന്നങ്ങൾ മിശിഹായുടെ അവകാശമാക്കി അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജീവനുള്ള ആലയമായി തീർന്ന ഇവൻ സത്യത്തിനും ആത്മാവിനും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹായിക്കട്ടെ. ഈ സഹോദരന്റെ സ്വർഗീയ മധ്യസ്ഥന്റെ അപേക്ഷ ചെയ്ത് യാതൊന്നും തുണിയായിരിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നാം എന്നും അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നവരും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ ധീരപ്രേക്ഷിതരാവട്ടെ. നാം സ്വീകരിച്ച തിരുശരീരവും തിരുരക്തവും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കണ്ടുകണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആശ്വസിച്ചില്ലാത്തതുമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അവകാശങ്ങളായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ഫലവും നൽകി അവിടുന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. സഭയുടെ കൂട്ടായ്മയിലേക്ക് ഇന്ന് പ്രവേശിച്ച ഈ സഹോദരനെ ഈശ്വരയുടെ വിശ്വാസത്തിലേക്ക് ഈശ്വരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നതിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുവന്നായി ആരാധിക്കുന്നു പാരമേ, ആരാധിക്കുന്നു പാരമേ. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. ദയാപരമായ ദൈവമേ, ഞങ്ങൾ നൽകിയ മഹാദാനങ്ങളെ കുറിച്ച് നിന്റെ മഹാമഹത്വം ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്നവർ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചുകൊള്ളുന്നു. നീ ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമെന്ന് നിന്റെ കാരണത്തെ കുറിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദീപം കൊളുത്ത രാജ്യം അറിഞ്ഞിടുവാൻ അനുമതി തരണേ ആരാധ്യനാഥ പൊന്നരിവിൻ രാജകുമാര പൊന്നരിവിൻ രാജകുമാര. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ. പള്ളിത്തിരുനാളിൽ പുതുവെള്ളിത്തേരിൽ ഉള്ളം ചേർന്നാമോദം തുള്ളിപ്പോകെ, കടലിൽ അലയും കാറ്റുപോലെ ഞാൻ. വാടാത്തൊരു തിരിമലരായി നെഞ്ചിനുൾക്കൂട്ടിൽ കനിവോടെ കാത്തോളാം, സ്വയം നീറി നിന്നോളാം. ഏതൻ കാഴ്ചകളിൽ ചായം പൂശിമെല്ലെ മധുമൊഴി മുത്തം തന്നേ പോയി ഇവളൻ സ്വർഗസുന്ദരി. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ. La noche no se conoce.
മേഖലയെ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ ആനിയാൻറ്റിയെ ഞങ്ങൾ ഓർക്കുകയാണ്. അവരെല്ലാം അല്ലെങ്കിൽ സ്വർഗത്തിലെന്നവരെല്ലാം ഈ മകനെ അനുഗ്രഹിക്കുന്നതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ ഈ മകൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളർന്നു വരുവാൻ ഇവരെ ശക്തനാക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ഓക്കെ, താങ്ക് യു. ഇരിക്കാം. അപ്പോൾ നമ്മുടെ റോൾബറും ഫാമിലിയും വളരെ ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ വേദിയിലേക്ക് ഒത്തിരി പേരെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിഫോർ ദാറ്റ്, അത് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ സഹൃദയ കോളേജ്, കൊടകര സഹൃദയ കോളേജിൽ ഇപ്പോൾ ഒരു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഷപ്പുകളുടെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേജർ റാശി എപ്പിസ്കോപ്പൽ അസംബ്ലി. അവിടെ ഒരു ഇംഗ്ലീഷ് കൊയറിന്റെ ശേഷമാണ് ഞങ്ങൾ കടന്നിട്ടുള്ളത്. അപ്പോൾ ആ കൊയറിൽ ഞങ്ങൾ ഇത് ഇങ്ങനെയാണ് പാടിയത്. I'm the living bread that came down from heaven. ഞാനിവിടെ യോഗന്റെ ഒരു ഇൻവിറ്റേഷൻ വായിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് I am the living bread that came down from heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു ഞാൻ എന്നാണ് യോഗന്റെ ഇൻവിറ്റേഷൻ കാർഡിൽ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കുക. തീർച്ചയായിട്ടും ആ ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ച ഒരു സുന്ദരമാണ്. നമ്മൾ ആഘോഷിക്കണ്ടേ? എല്ലാവരും ഓക്കെ? നമ്മുടെ ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കാനായിട്ട് ആദ്യമായിട്ട് കുറച്ച് വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുണ്ട്. സോ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി വാത്സല്യത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തോമസ് പ്രോഗ്രാമിന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് തോമസുകളും കിറ്റിയമ്മയ്ക്കും. തലതൊട്ടമയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. With most love and respect, inviting Shik's brother and wife, Sijo Chandan and Sheena Chetti. Sijo Chandan and Sheena Chetti, please come forward. Thank you. If you have to speak, you can clap your hands. Thank you. Inviting dear Rolton, Rolker, Shikhi Chetti and Roy Chandan, please come forward to the stage. We have ഇതിനോടൊപ്പം തന്നെ we have blessed presence here. Father Savior, നമ്മുടെ ഇവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയായ Father Savior ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഞാൻ ഈ വേദി പങ്കിടാനായി ക്ഷണിക്കുകയാണ്. പ്ലീസ് put your hands together. Father Savior, come forward. Okay, ready? അപ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ എത്തിച്ചേർന്നു. ഇനി ഞാൻ ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. I know you all know them, but still ആദ്യമായിട്ട് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ തോമസ് അപ്പച്ചൻ ചിറക്കൽ ഫാമിലിയിൽ നിന്നാണ്. 35 വർഷത്തിലധികം മധുര ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് അപ്പച്ചൻ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, റൈറ്റ്. DTMC നല്ലൊരു ഹൗസ് എക്സിക്യൂട്ടീവാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ മനോഹരമായി നോക്കിക്കൊണ്ട് പോകുന്നു. ഇനി നമ്മുടെ ശ്രീ ചേച്ചിയുടെ brother and wife, Sijo Chandan, Sheena Chetti, ഞാൻ പരിചയപ്പെടുത്താം. Sijo Chandan, he is a computer science engineer and he did his MS in IT from UK. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന Red Sky Group of Companies ലണ്ടനിലാണ്. ശ്രീ ചേച്ചിയുടെ യങ്ങർ ബ്രദറാണ് Sijo Chandan. Sheena Chetti, BSc nurse. Roy Chandan ടെക്നിക്കൽ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 9 years 9 വർഷത്തിലധികം അവിടെയായിരുന്നു. 14 years, അതിന് മുൻപ് 14 years ഒമാനിലായിരുന്നു റോയ് ചന്ദ്രൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് Shikhi Chetti is a homemaker. നമ്മുടെ റോൾട്ടന്റെ ബ്രദർ, എൽഡർ ബ്രദർ റോൾട്ടൻ ഇപ്പോൾ up till 10 കുവൈറ്റിലായിരുന്നു പഠിച്ചത്. ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോൾ +1 ചെയ്യുന്നത് ഹോളി ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ റോൾട്ടൻ കുറച്ച് നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ? ഇല്ല റോൾട്ടൻ? ഇവരൊക്കെ അവിടെ കുവൈറ്റിക്ക് പോകുമ്പോൾ റോൾട്ടൻ തന്നെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. And about our dear cute little Rolger. Rolger ഇപ്പോൾ he is doing 4th grade at Indian Central School കുവൈറ്റിലാണ്. അവർക്ക് ഇപ്പോൾ മെഡിസൺ ബ്രേക്ക് ആണ്. അപ്പോൾ ബ്രേക്കിന് സമയത്ത് നാട്ടിൽ വന്നിരിക്കുന്നു. ആൻഡ് ദിസ് ഹോളി സെറമണി ഓൺ ഹിയർ റൈറ്റ് നൗ. ഇനി റോൾഗറിന് ഇന്ന് ഞാൻ റോൾഗറിന് ഒരു ചെറിയ പണി കൊടുത്തിരുന്നു. പക്ഷേ റോൾഗർ ഇന്ന് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. റോൾഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഈസ് വെരി ഇന്നസെന്റ്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അത് ശരിയുണ്ടാകുന്നുണ്ട്. വെരി ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ റോൾഗർ. റോൾഗറിന് ഞാൻ പണി കൊടുത്തിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞു നീ ഒരു താങ്ക്സ് പറയാം. ഇത്രയധികം ആൾക്കാരോട് വന്നിട്ട്
നിന്നെ കാണാനും നിന്നെ അനുമോദിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേരോട് വന്നിട്ട് നീ ഒരു താങ്ക്സ് പറ. എന്നിട്ട് ഞാനവരെ എഴുതി കൊടുത്തു. ഒരു 5 ദിവസം മുമ്പ് കൊടുത്താൽ കേട്ടോ. അപ്പൊ ഇന്ന് നോക്കി ചേട്ടാ അതൊന്നുമില്ലേ ഞാൻ പറയുന്നില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു. ഇത് വെരി ഡെസെന്റ്, ഞാൻ പറയുന്നില്ലുണ്ട് അത് വേറെ കാര്യം. ഓക്കെ ഫൈൻ, റെഡി. അപ്പൊ നമുക്ക് ഈ ചടങ്ങുകൾ ആരംഭിക്കാം. നമ്മുടെ ട്രഡീഷണൽ ചടങ്ങുകൾ ആരംഭിക്കാം. We'll start with lighting the lamp. നമുക്ക് എല്ലാവർക്കും തിരി തെളിയിക്കാനായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങോട്ട് വരാം. Please come on. Blessing dear Roger and his family and all the ladies. So our final mic to dear Father Xavier. He is North Indian. So hope he will give the message today. Thank you. I'm very happy to be here with you. This oldest parish of your diocese, Asia. We told by the priest was saying Mass, he said it's the oldest parish of Asia. I was very much impressed. Two of my friends, Mr. Anka and wife, they were very much touched with the clergy participation. And today we are happy to have this route to receive the first communion and information that God's blessing on him. And in your company, it will become a good man and a great Kerala or wherever he is. And he is here in your parish, part of your parish. You are a source of inspiration for him. I am very happy to be here in this hall, this reception party, and many family members we can meet and come in touch with good home. We are getting come to more Indians. Some like work in the tea garden people, you can also have more contact. And this is family of Chirakkal, I knew for a long time, so Chichi knew was the right person. So today I would like to thank you all and wish you all the best that you become every day good Christians, good Catholics, become good witnesses to the gospel values. Thank you. Okay, ready? Please put your hands together, please. Okay. അത് പറയാനുള്ള അതിലുണ്ട്. Thank you all for coming here. Thank you. Okay, right? ഇനി അച്ഛൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ആദ്യം തന്നെ റോഹിത് സാറിനോട് ചോദിക്കണം. എന്തായിരിക്കും റോഹിതിനെ കുറിച്ചുള്ള ഒരു ഗുഡ് ക്വാളിറ്റി? എന്താണ് ഈ പറഞ്ഞത് ഗുഡ് ക്വാളിറ്റി? എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് വന്നു. ഇവരുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന നോക്കിയപ്പോൾ ഒരു 4 വീടപ്പുറം 3 വീടപ്പുറം ഇവരോട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവരോട് എന്നെ കണ്ടു. ചേട്ടാ എന്ന് പറഞ്ഞ ഓടി വന്ന് കുഞ്ഞിയോടെ ഓടി വന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പറഞ്ഞത് ഒരു പോയിന്റ് ശരിയാണ്. എല്ലാം അന്വേഷിച്ച് അദ്ദേഹം കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒക്കെ എത്തിച്ചു. ഓക്കെ, ഇനി ഞാൻ ഓൾറൗണ്ടറാണ്. എല്ലാ കാര്യത്തിലും ഏറ്റവും മുന്നിലുണ്ടാവും. ഇനി നമുക്ക് ഗ്രാൻഡ് പാരൻസിനോട് ചോദിക്കാം. റോഡിന്റെ നല്ലൊരു ക്വാളിറ്റി എന്തായിട്ട് തോന്നുന്നത്? നല്ല സ്നേഹമുള്ള കുട്ടിയാണ് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് പറയാനുള്ളത്. ഒത്തുണ്ടോ? ഓക്കെ, എല്ലാവരോടും ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ്.
ഏത് സാധനം കൊടുത്താലും പ്രിപ്പയർ ചെയ്ത് ഭയങ്കര ആഗ്രഹമാണ്. हर पल मेरी यादां विच है तू दिल दी गल मैं दस्सां ते दस्सां फिर किन्नू हर पल मेरी यादां विच है तू दिल दी गल मैं दस्सां ते दस्सां फिर किन्नू तेरी मेरी तेरी एक जिंदड़ी what to do झूमूं मैं नाचूं मैं गाऊं के लिखूं तेरे लिए मैं क्या करूं धीरे धीरे से मेरी जिंदगी में आना धीरे धीरे से दिल को चुराना तुमसे प्यार हमें है कितना जान जाना तुमसे मिलकर तुमको है बताना शाम वही काम वही तेरे बिना ओ सनम नींद नहीं चैन नहीं तेरे बिना ओ सनम शाम वही काम वही तेरे बिना ओ सनम नींद नहीं चैन नहीं तेरे बिना ओ सनम तेरी मेरी तेरी एक जिंदड़ी what to do झूमूं मैं नाचूं मैं गाऊं के लिखूं तेरे लिए मैं क्या करूं धीरे धीरे से मेरी जिंदगी में आना धीरे धीरे से दिल को चुराना तुमसे प्यार हमें है कितना जान जाना तुमसे मिलकर तुमको है बताना तेरी मेरी स्टोरी जैसे बिग बैंग थ्योरी मैं सुनाऊं चोरी चोरी ये सबको तू मुझसे दूर मैं यहाँ पे मजबूर शिकवा करूं मैं ये रब को एक दिन तुम बिन बीते लगे साल मेरा हुआ बुरा हाल हाल कभी अपना मुझे तो बताओ ना और लौट कर वापस कभी मेरे पास आओ ना सोता हूँ कभी रोता हूँ तेरे बिना ओ सनम पाकर सब कुछ खोता हूँ तेरे बिना ओ सनम सोता हूँ कभी रोता हूँ तेरे बिना ओ सनम पाकर सब कुछ खोता हूँ तेरे बिना ओ सनम तेरी मेरी तेरी एक जिंदड़ी what to do झूमूं मैं नाचूं मैं गाऊं के लिखूं तेरे लिए मैं क्या करूं धीरे धीरे से मेरी जिंदगी में आना धीरे धीरे से दिल को चुराना तुमसे प्यार हमें है कितना जान जाना तुमसे मिलकर तुमको है बताना छुटे आना छुटे मुँह से रंग तेरा डोलना एक तेरे बाजो दूजा मेरा कोई मोल ना बोलना माही बोलना माही बोलना तेरे लिए आया मैं तो तेरे संग जाना डोलना में तेरे नाल जिंदड़ी बितावा कदी नहीं छोड़ना इश्क दी डोरना सारे छड़ जाए माही तू
न छोड़ना, बोलना माही बोलना, बोलना माही बोलना। तेरे संग हंसना मैं, तेरे संग रोना, तुझ में ही रहना मैं, तुझ में ही खोना। दिल में छुपा के तुझे दिल ने यो खोलना, मर के भी माही तो से मुंह न मोड़ना। बोलना माही बोलना, बोलना माही बोलना। छूटे या न छूटे मुझसे रंग तेरा डोलना, एक तेरे बाजू दूजा मेरा कोई मोलना। बोलना माही बोलना, बोलना बोलना माही बोलना, माही बोलना। तेनू इतना मैं प्यार करां, एक पल विच साबार करां। तू जावे जे मैनू छड़ के, मौत दा इंतजार करां। कि तेरे लिए दुनिया छोड़ दी है, तुझ पे ही सांस आके रुके। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके। तेरे लिए दुनिया छोड़ दी है, तुझ पे ही सांस आके रुके। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके। कुछ भी नहीं है ये जान, तू है तो है इसमें जिंदगी। कुछ भी नहीं है ये जान, तू है तो है इसमें जिंदगी। अब मुझको जाना है कहाँ के तू ही सफर है आखिरी। कि तेरे बिना जीना मुमकिन नहीं, न देना कभी मुझको तू फासले। मैं तुझको कितना चाहती हूँ ये तू कभी सोच ना सके। तेरे लिए दुनिया छोड़ दी है, तुझ पे ही सांस आके रुके। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके।
को लेके चले ये दुनिया भर के सब रास्ते। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके। तेरे लिए दुनिया छोड़ दी है, तुझ पे ही सांस आके रुके। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके।